അപ്പം എല്ലാവർക്കും നമസ്കാരം. കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ ചെയ്യണേ. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ആ വീഡിയോ ചെയ്തത് നമ്മൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക്, അതായത് ഭഗവാന്റെ കൃപ കൊണ്ടും ഗുരുക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം കൃപ കൊണ്ട് നല്ല രീതിയിൽ ആളുകളിലേക്ക് വരികയും, എനിക്ക് തോന്നുന്ന ഒരു 10 യൂട്യൂബിൽ തന്നെ 5000-ന് മേളിൽ 16,000 പേര് അടുത്ത് അത് കാണുകയും നല്ലൊരു ശതമാനം ആൾക്കാർ വിളിക്കുകയും ചെയ്തു. നമ്മളൊന്നും പറയുക പോലും ചെയ്യാണ്ട് ഒരു 1000-ന് മേളിൽ ലൈക്ക് ഉണ്ട്, നല്ല നല്ല കമന്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ നമ്മൾ ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, എന്റെ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ജ്യോതിഷമല്ല. അതായത് നമ്മൾ കബഡി വെച്ചോ അല്ലെങ്കിൽ വെറ്റില നോക്കിയോ അല്ലെങ്കിൽ നേരിട്ട് വന്നോ പറയണല്ല. നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് വിളിച്ചാൽ പോലും നിങ്ങളുടെ പേരോ നാളോ ജാതിയോ മതമോ ലിംഗമോ ഒന്നും നമ്മൾ ചോദിക്കണില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആളുടെ പോലും നമ്മൾ കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പം അതാണ് നമ്മുടെ ഈ ജ്യോതിഷത്തിലെ പ്രത്യേകത, ഉപാസന. അപ്പൊ അത് ഭദ്രകാളിയുടെയും അങ്ങനെയുള്ള ദേവന്മാരുടെ ഒക്കെ ഉപാസനയിലൂടെ പറയുന്നതാണ്. അത് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ വന്ന് തുള്ളി പറയുന്നതല്ല. പക്ഷെ അവരുടെ സമക്ഷത്ത് അവർ പറയുന്ന കൽപ്പനകളാണ് നമ്മൾ പറയുന്നതും അവർ പറയുന്ന പരിഹാരമാണ് നമ്മൾ ഈ ജ്യോതിഷത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ആ ദേവിയുടെയും എന്റെ ഗുരുക്കന്മാരുടെയും പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ഇന്നവരെ നമ്മൾ പറഞ്ഞതെല്ലാം അച്ചിട്ടായിട്ട് പറയുകയും പറഞ്ഞു കൊടുത്ത ഫലങ്ങളും അവർക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ കുറച്ച് പ്രതിപാദിക്കുന്ന, കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യമാണ് വിളിക്കേണ്ട സമയം രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ഉള്ള സമയം. ബാക്കിയുള്ള ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങൾ രാവിലെ നോക്കിയവരുടെ, കാരണം നമുക്ക് ഒരു ആളുടെ കാര്യം പറയാനായിട്ട് നമ്മൾ ഇത്ര സമയം എടുക്കണില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് വിടുകയാണ്. അപ്പൊ ഈ നോക്കിയവരുടെ എല്ലാവരുടെയും പിന്നെ കാര്യങ്ങള്, പരിഹാരങ്ങൾ, ഇവർക്ക് എന്തൊക്കെയാണ് പരിപാടികൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉച്ച കഴിഞ്ഞ് രാത്രിയിലേക്കായിട്ടാണ് നോക്കി കൊടുക്കണേ. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നോക്കുന്നില്ല. അന്നത്തെ ദിവസം വലിയ കർമ്മങ്ങളൊക്കെയാണ് അന്നത്തെ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശനിയാഴ്ച ദിവസം മാറ്റിയിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സമയക്രമങ്ങള്. പിന്നെ വിളിക്കുന്നവർ പാലിക്കുന്ന കാര്യങ്ങൾ, പൊലിയുള്ളവർ കഴിയാതെ വിളിക്കാണ്ടിരിക്കുക ഇതേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരിട്ട് വീട്ടിൽ നോക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാരണവശാലും ആഭിചാരങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല, അതിന് വേണ്ടിയിട്ട് ആരും വിളിക്കണ്ട. പിന്നെ വശീകരണം, അതായത് വശീകരണം പറഞ്ഞാൽ ഇപ്പൊ വിളിക്കുന്നവർ കുറെ പേര് ചോദിക്കുന്നത്, കല്യാണം കഴിച്ച് ഭാര്യ വേറെ ആള് വേണം, ഭർത്താവിന് വേറെ സ്ത്രീ വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ വശീകരണം, അങ്ങനെയുള്ള വശീകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണില്ല. പക്ഷെ ജനുവനായിട്ട് ഭഗവതി പറയുന്ന ഏതൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വശീകരണം ഇപ്പം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള അകൽച്ച, തണക്കം, പിരിഞ്ഞു പോയവരെ കൂട്ടിയടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ ഒരിക്കലും അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പൊതുവായിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ശത്രുദോഷം, ആഭിചാര ദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത്. നമ്മളിപ്പോ എനിക്കിവിടെ എന്നെ വിളിച്ചിട്ടുള്ള 99% പേരില് എനിക്കിവിടെ 3-4 പേര് ഉണ്ടായിരുന്നുള്ളൂ, 4-5 പേരുണ്ടായിരുന്നുള്ളൂ ശത്രുദോഷം ഇല്ലാത്ത. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒരു വരുന്ന കോമൺ ഫാക്ടറാണ് ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ. ഈ ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ നമ്മൾ പല ഭാവങ്ങളായിട്ട് കാണണം. കാരണം ശത്രുദോഷം സെയിം അല്ല, ആഭിചാരം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ആഭിചാരത്തിൽ തന്നെ പല വിഭാഗമുണ്ട്. ഇപ്പൊ മുസ്ലിം പരമായിട്ടുള്ള കർമ്മത്തെ നമുക്ക് 4 വേദങ്ങൾ എന്ന് പറയുന്നു, കടമറ്റം വഴിയുള്ള ആഭിചാരങ്ങള്, അക്കപ്പടം, അങ്ങനെ വിഷ്ണുമായ, നീലി, അങ്ങനെ ഓരോരോ പല ഇത് വെച്ച് നമ്മൾ കർമ്മങ്ങൾ, ആഭിചാരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ആഭിചാരങ്ങൾ ഏത് രീതിയിലാണ് വന്നതെന്ന് കണ്ടെത്തിയിട്ട് അത് വിധിയാമണ്ണം കൃത്യമായിട്ട് രോഗം ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ഫലം ഉണ്ടാവും. നമ്മുടെ ജ്യോതിഷത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫലം പറയാൻ പറ്റുന്നുണ്ട്. അതായത് 4 ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ കൈവശമൊക്കെ വളരെ ഒത്തിരി പേർക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ കൈവശത്തിലൊക്കെ നമ്മൾ നേരിട്ട് നമ്മൾ തന്നെ അത് കർമ്മത്തിലൂടെ നിങ്ങൾ വരുവോളം ചെയ്യാണ്ടാണ് നമ്മൾ അതിന്റെ വൈദ്യം എടുത്ത് കളയുന്നതല്ല പറഞ്ഞ കൈവശത്തിന്റെ ശക്തി പൂർണ്ണമായിട്ട് നമുക്ക് ഇവിടെ കർമ്മത്തിലൂടെ ഇത് കളയാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇത് വയറ്റിലുള്ള ശുദ്ധി ചെയ്യാനായിട്ട് നമുക്ക് നെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റും. പിന്നെ നമ്മൾ ഛർദ്ദിക്കാൻ പോയാൽ, കൈവശങ്ങൾ ഛർദ്ദിക്കാൻ പോയാലുള്ള കുഴപ്പം, ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അത് പോവും, വയറ്റിലുള്ള സാധനം പോയി. പക്ഷെ അത് വന്നിട്ടുള്ള ഇമ്പാക്ട്, അതിന്റെ ആഭിചാരത്തിന്റെ ഇത് ഒരിക്കലും അത് ഛർദ്ദിച്ചു പോണില്ലല്ലോ. അപ്പൊ അതുകൂടി പൂർണ്ണമായിട്ടും നിങ്ങൾ
മാറ്റണം. കാരണം പലവരും വിളിക്കുന്നുണ്ട്, അവര് പറയുന്നുണ്ട് ഞങ്ങള് ഛർദ്ദിക്കാൻ പോയി കൈവശം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട്. അപ്പൊ ഇതാണ് വിഷയം. നമ്മൾ അകത്തോ വന്ന എന്ത് വിധത്തിലാണ്, ഏത് ഭക്ഷണത്തിലൂടെയാണ്, ഇറച്ചിയുടെ ഇറച്ചി നിങ്ങൾ ഛർദ്ദിച്ച് പുറത്ത് കളഞ്ഞു, പക്ഷേ അവിടെ അത് തന്നാലും അത് പോയിട്ടില്ല ബോഡിയിൽ നിന്ന്. ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ ബ്ലഡിലേക്ക് ഇതാവും കൈവിഷത്തിന്റെ. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വിളിക്കുന്ന പലവർക്കും വിവാഹത്തിന്റെ തടസ്സം, ജോലിയില് ഇപ്പൊ ഗൾഫിൽ പോകാൻ തന്നെ 5, 6, 8 മാസമായിട്ട് പരിശ്രമിച്ച് നടക്കാത്ത കാര്യങ്ങള്, ഇതൊക്കെ ഒരു പരിധി വരെ, അതായത് നമ്മുടെ കടകളിലെ സ്തംഭനങ്ങള്, കടകളിൽ ബിസിനസ് ഇല്ല, നമുക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ നോക്കി വരികയാണെങ്കിൽ അതിൽ കൂടുതലും ഭൂരിപക്ഷം പ്രശ്നം വരുന്നത് ആഭിചാര പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ധർമ്മദൈവ കോപങ്ങള്, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാരിൽ കാണുന്ന ഒന്നാണ് ധർമ്മദൈവ കോപങ്ങള്. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താ വെച്ചാൽ, നമ്മള് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ നമ്മൾ നാട്ടിലുള്ള അമ്മമാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വീട്ടിലുള്ള അമ്മ പ്രീതിപ്പെട്ടിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ബാക്കി എവിടെ പോയി എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അതുപോലെ സർപ്പങ്ങള്, പിതൃക്കള്, നമ്മുടെ ഗുരുക്കന്മാര്, ഇതൊക്കെ നമ്മൾ പ്രീതിപ്പെടണം. എന്നല്ലാണ്ട് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഏതൊരു കർമ്മത്തിനും നമ്മുടെ ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനിത് നമുക്ക് ഒരു പ്രഭാഷണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ബോറിംഗ് ആവും. എനിക്കിത് ഇതിൽ 10, 15, 20 മിനിറ്റ് കൊണ്ട് തീർക്കാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാണെങ്കിൽ, പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലേ, നമുക്ക് ഇനിയും വീണ്ടും ആഭിചാരം വരാണ്ടിരിക്കാൻ മാർഗ്ഗമില്ല, കാരണം ഞങ്ങൾ വഴിപാട് ചെയ്താണ് വന്നിട്ട് പിന്നെയും വരുന്നു, പ്രൊട്ടക്ഷൻ ഇല്ലെന്ന് വെക്കണം. അപ്പൊ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ നമുക്ക് ദേഹരക്ഷ, സ്ഥലരക്ഷ ഒക്കെ ചെയ്യാനേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം ഇന്ന് കിട്ടുന്ന ദേഹരക്ഷ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ചിതൽക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ എഴുതി എല്ലാം റെഡിയാക്കി ഫ്രെയിമാക്കി വെച്ചേക്കുക. അതാണ് ഇന്നത്തെ അവസ്ഥ. കാരണം അത് ഓൾറെഡി അവിടെ എഴുതാനൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അച്ചടിച്ച് ഇന്ന് തരുവാണ്. അവിടെ എവിടെയാ നിങ്ങളുടെ പേര്, തകിടിനകത്ത് പേര് എവിടെ, നാളെ സാധ്യനാമം ചെയ്ത എവിടെ, ആ തകിടിലെ ശുദ്ധി ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പൂജ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. ഇത് ഒരു തകിട് വിദ്യാമണ്ണം എഴുതാന്ന് പറഞ്ഞാൽ, ഒരു അമ്മ ഒരു കുട്ടിയെ എങ്ങനെ വയറ്റി ചുമക്കുന്നു, അത് കഴിഞ്ഞ് എപ്പോഴാണ് നമ്മൾ കുട്ടി പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾ കുട്ടീനെ കാണുന്നത് എന്ന് പറഞ്ഞാലാണ്. ഒരു ശാന്തിക്കാരൻ അത് എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ശാന്തിയോ ആ തകിടും അല്ലാണ്ട് രണ്ടാമതൊരു വ്യക്തി അത് കാണാൻ പാടില്ല, സൂര്യപ്രകാശം പോലും കൊള്ളാൻ പാടില്ല. അത് വിദ്യാമണ്ണം സ്വർണത്തിന്റെ ലിപിയോട് തന്നെ എഴുതി അത് സാധ്യനാമവും എല്ലാം പേരും നാളും ഒക്കെ സാധ്യനാമം ഒക്കെ ചെയ്ത്, അതിനുശേഷം അത് ജലാധിവാസം ചെയ്ത് ശുദ്ധി ചെയ്ത് ഓരോ കർമ്മങ്ങളും, അതിന് ഓരോരോ പ്രോസസ്സ് ഉണ്ട്, അതെല്ലാം ചെയ്ത് 20 ദിവസക്കാലം അത് തൊട്ട് ജപിച്ചും പൂജിച്ചും ലഭ്യം കൊടുത്തും എല്ലാം പൂജിച്ച് വേണം അത് വിദ്യാമണ്ണം അത് അർത്ഥമാക്കാനായിട്ട്. അപ്പൊ അതിന് ശക്തി കൂടും. പിന്നെ ഞാനൊക്കെ ചെയ്യുന്ന ഇത് ആ രീതിയിലാണ് ചെയ്തു കൊടുക്കുള്ളൂ. ആവശ്യമുള്ളവർ മാത്രം മതി. അതിന് സാമ്പത്തികം മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല കൂടുതലാട്ടോ, അത് തുറന്നു പറയാട്ടോ. കാരണം നമ്മള് ഷോർട്ട് കട്ട് ഇല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ നേരായുള്ള വിധത്തിലാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ അങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. എത്ര വലിയ ഉപാസന ശരി, എത്ര വലിയ മന്ത്രവാദിയാലും ശരി, എത്ര വലിയ തന്ത്രിയാലും ശരി ചെയ്താലും ഒരു 70 വിദ്യാമണ്ണം, ഈ പറഞ്ഞ രീതിയിൽ നല്ല വിദ്യാമണ്ണം ചെയ്യുകയാണെങ്കിൽ 70 മുതൽ 80% വരെ അത് കിട്ടും, പൂർണ്ണമായ പ്രൊട്ടക്ഷൻ കിട്ടും. ബാക്കിയുള്ള 20% കണ്ണി കൊള്ളാനുള്ള ബൃഹത്തോട്ട് പോകും. അപ്പൊ ഇതാണ് നമുക്കുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ. ഇപ്പൊ പലരും പിന്നെ ചോദിക്കുകയാണ്, ശാന്തി ഇതിനൊക്കെ ആഭിചാരങ്ങളുണ്ടോ? ആഭിചാരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു സാഗരമാണ്. അതിന് ഒരു കുമ്പിൾ വെള്ളം പോലും ഞാനൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ ആഭിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളായിട്ട് നിങ്ങൾ കാണും. ഇത് ഒരു കർമ്മവും വേണ്ട. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രത്യേക രീതിയിൽ മരിക്കുന്ന ഒരു ആളുടെ ഒരു പ്രത്യേക സാധനം, അത് കുറച്ച് മതി, അത് കൊണ്ടുവന്ന ഒരു ഗ്രഹത്തിൽ എവിടെ ഇട്ടാൽ തീർന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേക ഒരു ദേവന്റെ ഒരു സാധനം എടുത്തിട്ട്, എനിക്ക് ഇത് പറയാൻ പറ്റില്ല, അത് നമുക്ക് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ തീർന്നു. അതൊരു കർമ്മവും ആവശ്യമില്ല. അപ്പൊ ഓർത്തേക്ക് കർമ്മം കൂടി ചെയ്താൽ ഓർത്തേക്ക് ഒരു ഉപാസകൻ എന്ന് പറഞ്ഞാൽ അവന്റെ ദേവനെ, ഭദ്രകാളി ആയിക്കോട്ടെ, വിഷ്ണുവായ ആയിക്കോട്ടെ, മഹാദേവനായിക്കോട്ടെ, കൊടുങ്കാളി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നീലിയോ എന്തോ ആയിക്കോട്ടെ, അവന് വിദ്യാമണ്ണം ഉപാസിച്ച് അവൻ ഡെയിലി ജപിച്ച് പൂജിച്ച് നിത്യം കൊടുത്ത് വിദ്യാമണ്ണം ഉപാസിച്ച് അവന്റെ എല്ലാം ആ ഉപാസന മൂർത്തിക്ക് സമർപ്പിച്ച് അവൻ ഭ്രാന്തമായിട്ടാണ് ഉപാസിക്കുന്നത്. അങ്ങനെ ഒരു ഉപാസന ചെയ്ത കർമ്മത്തിന്റെ ശക്തി എന്തായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ടോ നിങ്ങള്? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ആഭിചാരം ചെയ്യാൻ പോവാണ്, ശരിക്കും ഒരു ഉപാസന അടുത്ത് പോയി അവൻ 10,000 രൂപ മുടക്കി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ 10 രൂപയുടെ പുഷ്പാഞ്ജലി, 50 രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്തിട്ട് 10 രൂപ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അത് തീരൂല. കാരണം അവിടെ ശാന്തിക്ക് വിദ്യാമണ്ണം ചെയ്യാനോ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇരുന്ന് ചെയ്യാനോ സമയം കിട്ടണില്ല.
മനസ്സിലാവുന്നുണ്ടോ? അത് വിദ്യാമണ്ണം അത് എന്താണ് രോഗം എന്നറിഞ്ഞ് അത് രോഗം കണ്ടുപിടിച്ച് അത് രോഗം എന്ത് രോഗമാണ് അത് വെച്ച് നാലാമതമാണോ കടമറ്റം വഴിയാണോ ഏത് രീതിയിലാണോ ആഭിചാരം വന്നത്, അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മുടെ ആയുസ് എടുക്കേണ്ട ഇത് ഭഗവാനാണ് തീരുമാനിക്കണത് അല്ലെ? ഒരു ട്രെയിൻ ഇടിച്ചാലും ശരി എന്തിടിച്ചാലും ശരി നമ്മുടെ ആയുസ് പോണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. എന്ന് പറഞ്ഞാൽ മാരണം ചെയ്ത ആൾ മരിച്ചു പോകുന്നല്ല, മരണതുല്യമായ ഒരു അവസ്ഥയിലേക്ക് ആളെ കൊണ്ടുപോവാണ് മാരണ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓർത്തു നോക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരു മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും മാരണ കർമ്മങ്ങളാണ് ഇന്നുള്ളത്. അപ്പൊ ഇന്ന് വിളിക്കുന്നതിന് പിന്നെ പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്, ഞങ്ങളുടെ കടയില് ബിസിനസ് ഉണ്ടായിരുന്നില്ല, കട കൊണ്ട് നല്ല രീതിയിൽ പൊക്കൊണ്ടുന്ന കടയാണ്, പെട്ടെന്ന് ഇതായി, എന്റെ മകനും മകളും നല്ല രീതിയിൽ ജീവിച്ചുകൊടുക്കുന്ന പെട്ടെന്ന് ഒരു അടിച്ചു പിരിയുന്നു. അവിടെയാണ് ഇത് പറഞ്ഞത്, രണ്ടുപേരും തമ്മിൽ അകത്തുവാനുള്ള കർമ്മങ്ങള്. ഇപ്പൊ പറയുന്നത് എല്ലാവരും പൊതുവായിട്ട് കേട്ടുള്ള ഭിന്നഭൈരവി, ഇപ്പൊ ഇത് അകത്താനുള്ള ഭിന്നഭൈരവി എന്ന് പറഞ്ഞാൽ സാധാരണ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ പരിവരുമ്പോ പാരസ്റ്റമോൾ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഭിന്നഭൈരവി പറഞ്ഞ കോമൺ ആയിട്ടുള്ള ഇതൊന്നുമല്ല. അതിന് വലിയ വലിയ കർമ്മങ്ങൾ ഇങ്ങനെ സാധനം പോലെ കിടക്കുക. അതിന് ഒരേ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് തന്നെ രണ്ടുപേരും തമ്മിൽ ആകർഷിക്കുന്നത്. എന്നെ വിളിക്കുന്ന ചിലർ മിക്കവരും ചോദിക്കണതാണ്, അത് കല്യാണം കഴിച്ച് നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. ഒരു രീതിയിൽ എന്നെ ആ കാര്യത്തിൽ വിളിക്കാൻ വേണ്ട ആചാരങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണില്ല. ഈ വശീകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭാര്യയും ഭർത്താവും ഉണ്ട്, മക്കളും ഉണ്ടായിട്ട് വേറൊരു പുരുഷൻ അല്ലെങ്കിൽ വേറെ സ്ത്രീ വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കർമ്മമൊന്നും ചെയ്ത് കൊടുക്കണില്ല. അത് പോസിറ്റീവായിട്ടുള്ള ഏതൊരു കർമ്മമായോ വശമാണെങ്കിലും, അതായത് രണ്ടുപേരും സ്നേഹിച്ച് അവർ ലാസ്റ്റിൽ ഒരു കർമ്മം ചെയ്ത് അവർ അളന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ ആവശ്യം ചെയ്ത് നമ്മൾ അടുപ്പിക്കും. അത് ചെയ്ത് കൊടുക്കാൻ ദേവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ആഭിചാരങ്ങൾ ചെയ്ത് കൊടുക്കണില്ല. കാരണം നിങ്ങൾ ആഭിചാരം ചെയ്യാനായിട്ട് പോകരുത്. എനിക്കത് പറയാൻ ഒന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഞങ്ങളെ വിളിക്കുന്നു, എന്നെ തന്നെ വിളിക്കുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യണത്. നമ്മൾ വിളിക്കുന്ന കർമ്മം അത് ഏത് രീതിയിലാണ്, നാലാമതാണോ കടമറ്റം വഴിയുള്ളതാണോ മറ്റേ ഏത് രീതിയിലുള്ള നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ വേറൊരു ആളുടെ അടുത്ത് പോകണ ആൾക്ക് ഒരു ഇതുണ്ടാകില്ല, ഇല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവിടെ ഒന്നും നോക്കൂല. ചിലപ്പം നിങ്ങൾ ചെല്ലുന്ന ആള് ശാന്തിക്കാരന് അവന് പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ലാണ്ട് അവൻ തിരിച്ചു വന്ന ആരാണ് ചെയ്തത് അവനിലേക്ക് തന്നെ തിരിച്ചുവിടാൻ പറ്റും. അവന്റെ 10 ഇരട്ടി നമുക്ക് തിരിച്ചു തരാൻ കഴിവുണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ ചെറിയ ആഭിചാരം ചെയ്തു അവൻ തിരിച്ച് മാറണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കൊടുത്താൽ കൊല്ലത്തിന് കിട്ടും. എവറി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ കഴിയാതും നമ്മൾ ചെറിയൊരു കാര്യത്തിൽ വഴക്കിന് വേണ്ട ഉടനെ ആഭിചാരം ചെയ്യാൻ പോകാണ്ട് പോകരുത്. പിന്നെ ശത്രുദോഷം ഉണ്ടെങ്കിൽ അത് കർമ്മം ചെയ്ത് മാറ്റുക, അതാണ് ഏറ്റവും നല്ലത്. 1 ചെയ്ത് 2 ചെയ്ത് 3 ചെയ്തിട്ട് പിന്നെയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ അവനെ വിടാറില്ല. മനസ്സിലാവണ്ട. അപ്പം ഇതൊക്കെ എനിക്ക് പറയാനുള്ളതേ. പിന്നെ ഇനിയുള്ള വീഡിയോകൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ പല പല കാര്യങ്ങളും നമുക്ക് സമയം പോലെ നമുക്ക് ചെയ്യാം. നമുക്ക് ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കാം. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് ഹീലിംഗ് ഉണ്ട്. ഹീലിംഗ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കരതാണ്. കാരണം നമുക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ, അതെല്ലാം എന്താ പറഞ്ഞാൽ നമുക്ക് ഈ കൈവശം വരെ നമുക്ക് ഹീലിംഗിലൂടെ മാറ്റാൻ പറ്റും. മനസ്സിലാവണ്ട. അത് ഛർദ്ദിക്കാനൊന്നും പോകണ്ട, അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട അങ്ങനെയുള്ള ഹീലിംഗിനെ പറ്റിയുണ്ട്. ഇപ്പൊ വാസ്തുപരമായിട്ട് ദോഷം ഉള്ള വീടുകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ സാധനം സ്ഥാപിച്ചെടുത്ത വാസ്തുവിന്റെ നെഗറ്റീവിനെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ജ്യോതിഷം നോക്കാനായിട്ട് ഉപവാസ ജ്യോതിഷമാണിത്. നേരിട്ട് വിളിക്കുന്നവർ ഒരു കാര്യം മറക്കരുത്. നമ്മൾ വിളിക്കുന്നവർ കുറച്ച് പേര് ഇത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ അത് വിളിക്കുന്നവർ അതിന്റെ ദക്ഷിണ ഇട്ടിട്ട് അത് കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഇന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ആ സ്പോട്ടിൽ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ദക്ഷിണ ഇടാണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇത് ഭയങ്കരമായിട്ട് മിസ്യൂസ് കുറെ പേര് എവിടെയുണ്ടല്ലോ, 2 തരത്തിലുള്ള ആൾക്കാരെ. അപ്പം നല്ല രീതിയിൽ കാണുക, വിശ്വാസമുള്ളവർ മാത്രം വിളിക്കുക. കാരണം ഇത് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് പരീക്ഷണം വിളിച്ചിട്ടുണ്ട്, ജ്യോതിഷന്മാർ വിളിച്ചിട്ടുണ്ട്, പത്രത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, പോലീസുകാർ വിളിച്ചിട്ടുണ്ട്, പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ കഴിവല്ല, എൻ്റെ ഉപാസനയുടെ കഴിവാണ് ഉള്ളൂ. അപ്പം വിശ്വാസമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.